നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജു മിഥുൻ, ചീഫ് കൺസൾട്ടന്റ് ഹീൽവെൽ ഹോമിയോപ്പതി, തൃശൂർ. റംസാൻ നോമ്പ് തുറക്കുമ്പോൾ നാരങ്ങ വെള്ളം കുടിക്കുന്നത് നല്ലതാണോ? സമയത്ത് നാരങ്ങ, ഓറഞ്ച്, പൈനാപ്പിൾ, മുന്തിരി എന്നിങ്ങനെയുള്ള സിട്രസ് ഫ്രൂട്ട്സ്, അതായത് പുളിയുള്ള ഫ്രൂട്ട്സിന്റെ എല്ലാം ജ്യൂസ് കുടിക്കുമ്പോൾ നമ്മുടെ വയർ ഒന്നുകൂടെ അസിഡിക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുവഴി നമുക്ക് നെഞ്ചെരിച്ചിൽ, പുളിച്ചു തേട്ടൽ അല്ലെങ്കിൽ ഏമ്പക്കം വരൽ എന്നിങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുമ്പോൾ യൂഷ്വലി ചെയ്യാറുള്ള പോലെ തന്നെ വെള്ളം, അതുപോലെ കാരക്കയോ അല്ലെങ്കിൽ നട്ട്സോ ഒക്കെയാണ് ഏറ്റവും നല്ലതായിട്ട് ഉള്ളത്. ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുകയാണോ നല്ലത് അല്ലെങ്കിൽ ജ്യൂസ് ആയിട്ട് കഴിക്കുകയാണോ നല്ലത് എന്നുള്ളത്, ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ജ്യൂസ് ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ ബ്ലഡിലേക്ക് ആ ജ്യൂസ് അബ്സോർബ് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മളുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒന്ന് കൂടിയിട്ട്, അതായത് പെട്ടെന്ന് നമുക്കൊരു എനർജി ഫീൽ ചെയ്യും. പക്ഷെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് വന്ന പോലെ പോവുകയും ചെയ്യും. അതായത് ഒരു പൂത്തിരി കത്തിക്കുന്ന എഫക്റ്റ് ആണ് നമ്മൾ ജ്യൂസ് ആയിട്ട് കുടിക്കുമ്പോൾ കിട്ടുന്നത്. എന്നാൽ ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുമ്പോൾ അത്ര പെട്ടെന്ന് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഹൈപ്പ് ആവാതെ അത് കുറച്ച് സമയമെടുത്ത് അബ്സോർബ് ചെയ്യാനും നമുക്ക് ആ എനർജി കുറച്ച് സമയത്തേക്ക് ഉണ്ടാവാനും നമ്മളെ സഹായിക്കും. പിന്നെ ചില പേഷ്യൻസ് വരുമ്പോൾ പറയുന്ന കാര്യമാണ്, നോമ്പിന്റെ സമയത്ത് നമ്മൾ ഇത്രയും ഫാസ്റ്റിംഗ് ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ലല്ലോ, കൂടാണല്ലോ ചെയ്യുന്നത് എന്ന്. അതിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഒരിക്കലും നമ്മളുടെ ശരീരം ഡീഹൈഡ്രേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നിർജ്ജലീകരണം തടയാൻ വേണ്ടിയിട്ട് ദിവസത്തിൽ ഒരു 2.5 ലിറ്റർ വെള്ളമെങ്കിലും നിർബന്ധമായും ഓരോരുത്തരും കുടിക്കണം. അത് രാവിലെ ഒരു 1.5 ലിറ്റർ, വൈകിട്ട് ഒരു 1 ലിറ്റർ എന്നിങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. രാവിലെ 1.5 ലിറ്റർ എന്ന് പറയുന്നത് എണീറ്റ ഉടനെ ഒരു 750 ml, അതുപോലെ തന്നെ നോമ്പെടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു 750 ml വെള്ളവും കുടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ നോമ്പെടുക്കുന്നതിന് തൊട്ട് മുൻപ് കഴിക്കുന്ന വെള്ളത്തിൽ കുറച്ച് ചിയാ സീഡ്സ് ഇട്ട് കുതിർത്തി കഴിക്കാവുന്നതാണ്. അത് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളുടെ വയറിനുള്ളിൽ എത്തിയിട്ട് നമുക്ക് ഡൈജഷൻ നടക്കാനായാലും കുറച്ച് സമയം നമുക്കൊരു എനർജി ഉണ്ടാവാനും, അതുപോലെ തന്നെ അതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുണ്ട്. തന്നെ രാവിലെ മാക്സിമം വറുത്തതും പൊരിച്ചതും ഓവർ മസാല അടങ്ങിയതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. മാക്സിമം മസാല കുറച്ച് കറി വെച്ച ഇറച്ചിയോ മീനോ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ചോറോ ചപ്പാത്തിയോ നിങ്ങൾക്ക് കഴിക്കാം. മാക്സിമം ബിരിയാണി പോലുള്ള ഭക്ഷണങ്ങൾ അത്താഴത്തിന് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് മാക്സിമം നമ്മളുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനും അതുപോലെ തന്നെ അസിഡിറ്റിക്കും നെഞ്ചിരിച്ചിലിനും കാരണമാവാനുള്ള സാധ്യതയുണ്ട്. രാവിലെ മുട്ടയുടെ വെള്ള കഴിക്കുന്നത് വളരെ നല്ലതാണ്. എസ്പെഷ്യലി നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കുന്ന ആളുകളാണെങ്കിൽ ഒരു 4-5 മുട്ടയുടെ വെള്ളയും 1 മുട്ടയുടെ മഞ്ഞയും നിങ്ങൾക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങളായ, അതായത് അരി വറുത്തു പൊടിച്ചുണ്ടാക്കുന്ന നമ്മളുടെ പുട്ട്, ഇടിയപ്പം, നൂൽപുട്ട് എന്നിങ്ങനെയുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കുകയാണ് നല്ലത്. കാരണം ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുകയും നമുക്കൊരു 11 മണി 12 മണി ആകുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കര ക്ഷീണം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. രാത്രി ഭക്ഷണത്തിൽ തൈരോ മോരോ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അത് നമ്മളുടെ ആമാശയത്തിലുള്ള pH-നെ നോർമൽ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തി ബാക്ടീരിയകളെ ഉത്പാദിപ്പിക്കുന്നതിനും ഈ പ്രോബയോട്ടിക് ഫുഡ്സ് ആയ തൈര്, മോര് എന്നിവ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. നോർമലി നോമ്പുകാലമായാൽ ആളുകൾക്ക് ഈ പൈൽസ് ഫിഷർ പോലുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് അതൊന്ന് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ, പുളിച്ചു തീട്ടൽ, അസിഡിക് കംപ്ലൈൻസ് സാധാരണയായിട്ട് എല്ലാവരും പറയാറുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്നവർ വെയിറ്റ് കൂടുന്നതായിട്ട് പറയാറുണ്ട്. ഇവയെല്ലാം മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ടിപ്സ് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവയിൽ നിന്നെല്ലാം ഒരു പരിധിവരെ റിലീഫ് കിട്ടുന്നതാണ്. പോയിന്റ്സ് ഒന്നുകൂടെ ഷോർട്ടാക്കി പറയാം. നോമ്പ് സമയത്ത് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ശരീരത്തെ നിർജ്ജലീകരണ അവസ്ഥയിലേക്ക് എത്തിക്കാതെ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കാതെ നോക്കുക. മിനിമം ഒരു 2.5 ലിറ്റർ വെള്ളമെങ്കിലും എല്ലാ ദിവസവും നിർബന്ധമായും കുടിച്ചിരിക്കണം. രാവിലെ ഒരു 1.5 ലിറ്റർ, വൈകിട്ട് ഒരു 1 ലിറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതായത് രാവിലെ എണീറ്റ ഉടൻ ഒരു 750 മില്ലി വെള്ളവും അതിനുശേഷം നോമ്പെടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ബാക്കി 750 മില്ലി വെള്ളവും കുടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഡീഹൈഡ്രേഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും.
അതുപോലെ തന്നെ ഓവർ എണ്ണമയമുള്ളത്, ഓവർ മസാലയുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ അരിയിൽ വറുത്തു പൊടിച്ചുണ്ടാക്കുന്ന പുട്ട്, ഇടിയപ്പം പോലുള്ള ഭക്ഷണങ്ങൾ എന്നിവയെല്ലാം രാവിലെ ഒഴിവാക്കുക. കാരണം ഇവയെല്ലാം പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാനും നിങ്ങൾക്കൊരു 11 മണി 12 മണി ആവുമ്പോഴത്തേക്ക് വീണ്ടും വിശക്കാനും അല്ലെങ്കിൽ ക്ഷീണം അനുഭവപ്പെടാനും അതുപോലെ തന്നെ അസിഡിക് പ്രോബ്ലംസ് ഉണ്ടാവാനും ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ഏറ്റവും നല്ലത് റെഡ് റൈസ് അഥവാ തവിടുള്ള അരി കൊണ്ടുള്ള കുറച്ച് ചോറോ കുറച്ച് ചപ്പാത്തിയോ ഇറച്ചി മീനോ കറി വെച്ചതോ കഴിക്കുന്നത് വളരെ നല്ലതാണ്. മസാല കുറച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നോമ്പ് കാലത്ത് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ബീഫും മട്ടനും പരമാവധി ഒഴിവാക്കുക. കാരണം ഇത് നമ്മളുടെ ശരീരത്തിലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂട്ടുകയും അതുവഴി നമ്മൾ തടി കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തടി കുറയ്ക്കാൻ നോക്കുന്നവർക്ക് രാവിലെ ഞാൻ പറഞ്ഞ 750 മില്ലി വെള്ളം കുടിക്കുന്നതിൽ ചിയാ സീഡ്സ് ഇട്ട് കുതിർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമുക്ക് ലഭിക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ക്ഷീണമില്ലാതെയും ഡീഹൈഡ്രേഷൻ ഇല്ലാതെയും നമുക്ക് തുടരാൻ സാധിക്കാനും സഹായിക്കും. നോമ്പെടുത്ത് തുടങ്ങുമ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങാതിരിക്കുക. ഒരു 1.5 മണിക്കൂർ നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്ക് വീണ്ടും നമ്മളുടെ ശരീരത്തിൽ എനർജി ആയി കൺവേർട്ട് ചെയ്യേണ്ട ഭക്ഷണങ്ങളെല്ലാം ഫാറ്റ് ആയി കൺവേർട്ട് ചെയ്തിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. കുറച്ച് സമയം ഒന്ന് നടക്കുകയോ അല്ലെങ്കിൽ ടെറസിന്റെ മുകളിൽ പോയി എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ശരീരം രാവിലെ മുതൽ വൈകിട്ട് വരെ ഫാസ്റ്റിംഗിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ആമാശയമെല്ലാം അസിഡിക് പിഎച്ചിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ ഈ സിട്രസ് ജ്യൂസുകൾ കഴിച്ചു കഴിയുമ്പോൾ നമ്മളുടെ വയർ ഒന്നുകൂടെ അസിഡിക് ആവാനും അതുവഴി നമുക്ക് ഗ്യാസ് ഇഷ്യൂസ് ആയ പുളിച്ചു തേക്കലോ എമ്പക്കോ നെഞ്ചിരിച്ചിലോ എന്നിവയെല്ലാം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുമ്പോൾ ആദ്യം തന്നെ ഏറ്റവും നല്ലത് വെള്ളവും കാരക്ക നട്ട്സ് പോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് തവിടുള്ള അരി അഥവാ റെഡ് റൈസ് കുറച്ച് കഴിക്കാം. അതുപോലെ ചപ്പാത്തി കഴിക്കാം, ഇറച്ചിയോ മീനോ കറി വെച്ച് കഴിക്കാം, മുട്ടയുടെ വെള്ള കഴിക്കാം. അതായത് ഒരുപാട് പ്രോട്ടീൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങളെ സഹായിക്കും. രാത്രി നിങ്ങൾക്ക് വീണ്ടും വിശക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു പേരക്കയോ അങ്ങനത്തെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. താങ്ക് യു.